റേസിംഗ് പരിശീലനത്തിനിടെ സുപ്രധാനം അജിത് ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. ദുബായിൽ നടക്കുന്ന മിഷലിൻ 24H രാജ്യാന്തര കാർ റേസിംഗിന് മുന്നോടിയായിട്ടായിരുന്നു അജിത്തിന്റെ പരിശീലനം. വട്ടം കറങ്ങി നിൽക്കുകയായിരുന്നു. എന്തായാലും പരിക്കുകളൊന്നുമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. സുരേഷ് വെളിമിറ്റുണ്ട് വിവരങ്ങളുമായി ദുബായിൽ നിന്നും. സുരേഷ്, ഇപ്പോൾ സത്യത്തിൽ സിനിമയേക്കാൾ കൂടുതൽ അജിത്തിന് ക്രേസ് ആയിട്ടുള്ളത് റേസിംഗ് ആണ്. ഇപ്പോൾ വിടാമുയർച്ചയുടെ ഷൂട്ടിങ്ങിനിടെ ഇതുപോലെ ഒരു വലിയ അപകടം ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഈ റേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ അപകടവും അവർ ആ നിലയിലായിരിക്കും കാണുക. എങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിയുകയായിരുന്നല്ലോ അല്ലേ? ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ അജിത്തിന് രണ്ട് കാര്യങ്ങൾ, റേസിംഗും അതോടൊപ്പം തന്നെ ബൈക്കിങ്ങും, ഇത് രണ്ടും അജിത്തിന് വളരെ പാഷനായിട്ടുള്ള ഒരു ആക്ടറാണ്. ഇന്ന് രാവിലെ ദുബായ് ഓട്ടോ ട്രാമ്പിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകട സമയത്ത് അജിത്തിന്റെ കാർ ഏതാണ്ട് 180 കിലോമീറ്റർ വേഗത്തിലായിരുന്നു. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ചു വരുമ്പോൾ വശത്തുള്ള സൈഡിലുള്ള ബാരിക്കേഡിലേക്ക് കാർ ഇടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ആ കാർ പലതായി വട്ടം കറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അജിത്ത് ആ കാറിനെ വളരെ കൃത്യമായി തന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ ദുരന്തം ഒഴിവാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത്രയ്ക്ക് കൺട്രോൾ അജിത്തിന് ആ കാറിന് ഉണ്ടായിരുന്നു. അത്ര തവണ വട്ടം കറങ്ങിയെങ്കിൽ പോലും ആ കാറിനെ വളരെ കൃത്യമായിട്ട് തന്നെ പൊസിഷൻ ചെയ്ത് അതിനുശേഷം അജിത്ത് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അജിത്തിന്റെ മാനേജർ സുരേഷ് ചന്ദ്ര അല്പം മുൻപ് പറഞ്ഞത് അജിത്ത് സേഫാണ്, അതോടൊപ്പം തന്നെ അൺഹേർട്ട് എന്ന പരിക്കേറ്റിട്ടില്ല, വളരെ ഹെൽത്തി ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 6 മണിക്കൂറോളം സമയമുള്ളതാണ് ഈ റേസിംഗ് എന്ന് പറയുന്നത്. ആ 6 മണിക്കൂർ അവസാനിക്കാൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രം ശേഷിക്കുമ്പോഴാണ്. ശരി, ഏതായാലും ദുബായിലെ റേസിംഗിൽ മിന്നൽ പിണരാകാൻ തയ്യാറെടുക്കുകയാണ് അജിത്ത്. അതിനു മുന്നേറ്റിയുള്ള പരിശീലനത്തിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം.